ശർമ്മകാരി സാറോ. അപ്പോൾ എന്താണ് ട്രോളിംഗ് എന്നുള്ളതാണ്. അപ്പോൾ ട്രോളിംഗ് എന്ന് വിചാരിച്ചത് എല്ലാവരും വിചാരിച്ച് വെച്ചിരിക്കണമെന്ന് ചോദിച്ചാൽ മഴക്കാല സമയത്ത് മീൻപിടുത്തം നിരോധിക്കലാണ്, അല്ലെങ്കിൽ മീൻ മുട്ടയിടുന്ന സമയത്ത് മീൻപിടുത്തം നിരോധിക്കലാണ് ട്രോളിംഗ് എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ട്രോളിംഗ് രൂപീകരണ കാലം മുതലുള്ള അതിൻ്റെ ശൈലി എങ്ങനെ വെച്ചാൽ അതൊരിക്കലും മീനുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നില്ല ട്രോളിംഗ് എന്നുള്ളത്. ട്രോളിംഗ് എന്തായിരുന്നു എന്നുള്ളത് ഞാൻ പറയാം. ട്രോളിംഗ് എന്ന് പറയുന്നത് പരമ്പരാഗത മത്സ്യരീതി എന്ന് പറയുന്നത്, അതായത് നമ്മൾ മുക്കുവന്മാർ വലയും വള്ളമൊക്കെ എടുത്ത് ഇങ്ങനെ പോയി മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് അതിൽ നിന്ന് മാറിയിട്ട് പെട്ടെന്നാണ് ടെക്നോളജി മാറിയത്. അങ്ങനെ യന്ത്രവൽകൃത ബോട്ടുകൾ വന്ന്, അപ്പോൾ ഈ യന്ത്രവൽകൃത ബോട്ടുകൾ ഒരുപാട് മത്സ്യബന്ധനം നടത്തുന്ന സമയത്ത് മഴക്കാലത്തെങ്കിലും ചെറുകിട, അതായത് വള്ളത്ത് പോണവർ ചെറിയ ചെറിയ വല വീശി പിടിക്കുന്നവർ അങ്ങനെ കണ്ടല്ലോ. അപ്പോൾ ഈ ചെറുകിട മത്സ്യ മുക്കുവന്മാരെ, മീൻപിടുത്തക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ശരിക്കും ഈ ട്രോളിംഗ് നിയമം എന്ന് പറയുന്നത്. ഇത് വർഷകാലത്ത്, അതായത് മഴക്കാലത്ത് ഇവരുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവർ, വലിയ ബോട്ടുകാർ യന്ത്രം ഉപയോഗിച്ചിട്ട് മീൻ പിടിക്കുന്ന ബോട്ടുകാർ പോവാണ്ടിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ഈ സാധാരണക്കാർക്ക് ചെറുവള്ളങ്ങളിൽ ഇവർക്ക് പോകുന്നവർക്ക് മീൻ പിടിക്കുക, ഉപജീവനം നടത്തുക എന്നൊരു ഉദ്ദേശം മാത്രം വെച്ചിട്ടാണ് ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കിയത്. ഇന്ത്യ പോലെയുള്ള ഒരു സ്റ്റേറ്റിൽ ഓരോ സംസ്ഥാനത്തിനും, ഇപ്പോൾ കർണാടക ആവട്ടെ, കേരള ആവട്ടെ, തമിഴ്നാടാവട്ടെ, ആന്ധ്ര ആവട്ടെ, അപ്പോൾ എല്ലാ സ്ഥലത്തും വ്യത്യസ്ത സമയത്താണ് ട്രോളിംഗ് നിരോധനം നിലവിലുള്ളത്. തമിഴ്നാട് കഴിയുമ്പോൾ കേരളത്തിൽ സ്റ്റാർട്ടാവുന്നു, കേരളത്തിൽ കഴിയുമ്പോൾ കർണാടക സ്റ്റാർട്ടാവുന്നു, അങ്ങനെ തീരത്തിനനുസരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാ മത്സ്യങ്ങളും അല്ലെങ്കിൽ എല്ലാ മീനുകളും ഈ മഴക്കാലത്ത് മാത്രം പ്രചരണം നടത്തുന്ന ടീംസ് ഒന്നുമില്ല. ഇന്ത്യൻ്റെ തീരത്ത് തന്നെ ഏകദേശം 460-450 തരം മത്സ്യങ്ങളുണ്ട്. ഇതിലാകെ 17 ഐറ്റം മാത്രമേ, ഓർക്കണം, ഈ 450ൻ്റെ 10% പോലും ഇല്ല, 17 ഐറ്റം മാത്രമേ ഈ മഴക്കാലത്ത് നല്ലോണം പ്രജനനം നടത്തുന്നുള്ളൂ. അപ്പോൾ ഈ ട്രോളിംഗ് നിരോധനം ഒരു തരത്തിൽ ഇവരെ സഹായിച്ചു എന്ന് വേണം കരുതാൻ. അതായത് ട്രോളിംഗ് നിരോധന സമയത്ത് ഇവർക്ക് പ്രജനനം സാധ്യമാവുന്ന രീതിയിൽ ആ നിയമം മാറി. അല്ലാതെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മീനുകളെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ തുടങ്ങിയ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു നിയമമൊന്നുമല്ല ട്രോളിംഗ് നിരോധനം. അപ്പോൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് ചോദിച്ചാൽ, ട്രോളിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ കോഴിക്കോട് ആയിക്കോട്ടെ, ചാലിയും ബേപ്പൂർ, ഇവിടെ പോകുമ്പോൾ ബേപ്പൂരെ കണ്ട് ക്ലോസാണ്. എന്ന് വെച്ചാൽ ബേപ്പൂർ ബോട്ടാണ് പോകാനുള്ളത്, ഹാർബറിൽ നിന്ന് ബോട്ടുകളാണ് പോകാനുള്ളത്, ചാലിയത്തു നിന്ന് വള്ളങ്ങളാണ് പോകാനുള്ളത്. അപ്പോൾ ഈ ചാലിയത്തു നിന്ന് നല്ല മീൻ കിട്ടുള്ളൂ, നല്ല മീൻ എന്നല്ല, അപ്പോൾ ആ സമയത്ത് നല്ല മീൻ, ഫ്രഷ് ആയിട്ടുള്ള മീൻ നമുക്ക് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ ട്രോളിംഗ് എന്നുള്ളത് അബദ്ധധാരണയായിട്ട് ആരെങ്കിലും ധരിച്ചു വെച്ചിരിക്കുന്നത് മീനുകളെ സംരക്ഷിക്കാനുള്ള ഒരു നിയമമായിട്ട്, അല്ലെങ്കിൽ പ്രജനനകാലത്ത് ഓർക്ക് എന്തെങ്കിലും സംരക്ഷണം കൊടുക്കുന്ന ഒരു നിയമമായിട്ട് ആരെങ്കിലും കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെയല്ല. ചെറുകിട മീൻ പിടിച്ചിട്ട് ഉപജീവനം നടത്തുന്നവർക്ക് സഹായകരമായിട്ടുള്ള ഒരു രീതിയിൽ ഉണ്ടാക്കിയ നിയമമാണെന്നും അതിലൂടെ അവസാനം ഈ നിയമം ഉണ്ടാക്കിയതിന് ശേഷമാണ് ഈ മഴക്കാലത്ത് ഇവർ യന്ത്രവൽകൃത ബോട്ടുകൾ കൂടുതൽ പോകരുത് എന്നുള്ള നിയമം ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇവർ തിരിച്ചറിയുന്നത് ഈ മീനുകളുടെ പ്രജനനത്തിന് കൂടി ഇത് സഹായിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ രണ്ടും കൺഫ്യൂഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാണ്ടിരിക്കുക.